ഞാൻ പ്രതിപക്ഷത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരാളായിട്ട് പോലും എനിക്ക് എന്താണ് ഇതിനകത്തുള്ള സ്വകാര്യതാ ലംഘനം എന്ന് മനസ്സിലായിട്ടേ ഇല്ല ഹർഷൻ. അതായത് ഇപ്പോൾ ഹർഷൻ ന്യൂസ് മലയാളത്തിലെ ന്യൂസ് ഡയറക്ടറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അസൈൻമെൻറ്റിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഒക്കെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഹർഷൻ ന്യൂസ് ഡയറക്ടർ പിന്നെ ഔട്ട്പുട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ടോട്ടൽ സ്റ്റാഫിൻ്റെ പിന്നെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു ചില കാര്യങ്ങൾ അറിയിക്കാൻ. അതുപോലുള്ളൊരു പരിപാടിയല്ലേ സത്യത്തിൽ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാർക്ക് ഒരു മെസ്സേജ് അയച്ചാലുള്ളൂ എന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സംശയമാണ് എനിക്ക് തോന്നിയത്. അല്ലേ, അത്രയല്ലേ ഉള്ളൂ? എനിക്കൊക്കെ തന്നെ തോന്നുന്നു. അല്ലേ, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അതായത് മുഖ്യമന്ത്രി നാളെ ഇപ്പം വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ കെ സി വേണുപോലോ ആയാലും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സർക്കാർ ജീവനക്കാർ മൊത്തത്തിലുണ്ടല്ലോ സംസ്ഥാനത്ത്. അദ്ദേഹമാണല്ലോ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഈ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ എല്ലാം ബോസ് അദ്ദേഹമാണല്ലോ. ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് അയക്കുന്നു. അത് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ കെ സി വേണുപോലോ ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക, മുഖ്യമന്ത്രി ആയാൽ. അപ്പോൾ അവരൊരു മെസ്സേജ് അയച്ചാൽ അതിനെന്താ കുഴപ്പമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതായത് നിങ്ങൾക്ക് തരാനുള്ള ശമ്പള കുടിശ്ശികയും ഡി എ കുടിശ്ശികയും എല്ലാം തന്നിരിക്കുന്നു എന്ന് അയച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനകത്ത് എന്താ ഈ പറയുന്ന ഡാറ്റ ചോർച്ച എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതിനകത്തൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. കാരണം എന്താണ്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇങ്ങനൊരു സംഗതി ചെയ്തു. അങ്ങനെ ധാർമ്മിക പ്രശ്നം നോക്കിയാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് ഡി എ കുടിശ്ശിക കൊടുത്തു തീർത്ത് തന്നെ കുഴപ്പമാണ് അല്ലേ? അങ്ങനെ കൊടുത്തിട്ട് ഇതവരെ കുറച്ച് നേരത്തെ കൊടുക്കാമായിരുന്നില്ലേ എന്ന് തോന്നുന്നു. എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചും പ്രശ്നമാണ്. പക്ഷേ ധാർമ്മിക പ്രശ്നം വേണമെങ്കിൽ പറയാം, പ്രതിപക്ഷത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നല്ലാതെ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടമൊന്നും വന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് ചട്ടം ഡേറ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന് പറയാനില്ല, ഇവിടെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചട്ടലംഘനം എന്ന് പറയാനും അതിനകത്തില്ല. പിന്നെയുള്ളത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് എം വി നികേഷ് കുമാറാണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏജൻസിയാണ് ഈ കാര്യങ്ങൾ, അവരുടെ കൂടെയുള്ള ആളാണ്. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഇത് ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഈ സംഗതികൾ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് സർക്കാരിൻ്റെ സ്പാർക്ക്, അതായത് ശമ്പള വെബ്സൈറ്റിൻ്റെ ആ സംവിധാനങ്ങൾ എടുത്തിട്ട് പുറത്തെ ഒരു ഏജൻസിക്ക്, മെറ്റയ്ക്കോ ഫേസ്ബുക്കിനോ വാട്സാപ്പിനോ പുറത്തെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിട്ട് അവരാണ് ഈ മെസ്സേജെല്ലാം പുഷ് ചെയ്തതെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന സ്വകാര്യതാ ലംഘനവും ഡാറ്റ ചോർച്ചയും എല്ലാം ഉണ്ട്. പക്ഷേ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇത് IT മിഷനാണ് അത്ര ചെയ്തത്. അത് ആലോചിച്ച് നോക്കും കറക്റ്റാണല്ലോ. കാരണം സംസ്ഥാന സർക്കാരിൻ്റെയാണ്, അല്ലാതെ CPIM-ൻ്റെ അല്ല, സംസ്ഥാന സർക്കാരിൻ്റെയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന ഭരണഘടനാ പദവിയുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ കാര്യം. അത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള IT മിഷൻ വെച്ചിട്ട് അവരുടെ കൈവശമുള്ള സർക്കാർ ജീവനക്കാരുടെ ആകെ ഈ നമ്പരും ഇമെയിൽ അഡ്രസ്സിലേക്കും ഈ സാധനം പുഷ് ചെയ്തു. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്വകാര്യതാ ലംഘനം എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ അങ്ങനെ ചെയ്യുന്ന സ്വകാര്യതാ ലംഘനമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം, നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെ കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ സ്റ്റാഫിനോട് എല്ലാവരെയും ഒന്നിച്ചറിയിക്കാൻ ഇപ്പോൾ വാട്സപ്പ് മെസ്സേജുകളിലേ ഉപയോഗിക്കുന്നത്.